നമസ്കാരം. ലോകം മുഴുവൻ സംഘർഷഭരിതമായിരിക്കുമ്പോൾ വൻ ശക്തികൾ പോലും ആയുധങ്ങൾക്കായി നെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ ഭാരതം ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. ഇത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയഗാഥയാണ്. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ വെടിക്കോപ്പുകളുടെ 91% ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന മുദ്രയോടെ നമ്മുടെ മണ്ണിൽ തന്നെ പിറവിയെടുക്കും. ആത്മനിർഭർ ഭാരതിൻ്റെ ഈ വൻ കുതിപ്പിനെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടാണ് പറയുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യ ആയുധങ്ങൾക്കായി റഷ്യയെയും അമേരിക്കയെയും യൂറോപ്പിനെയും കാത്തുനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതോടെ ആ ചിത്രം അടിമുടി മാറി. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ശക്തിയായി ഇന്ത്യ പരിണമിച്ചു. ഇന്ന് 175 തരം വെടിക്കോപ്പുകളിൽ 159 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു എന്നത് ചരിത്രപരമായ നേട്ടമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടത് ആയുധങ്ങൾ തീർന്നു പോകുമ്പോൾ രാജ്യങ്ങൾ പകച്ചു നിൽക്കുന്നതാണ്. എന്നാൽ മോദി സർക്കാർ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ നയങ്ങൾ വഴി ഒരു യുദ്ധം എത്ര കാലം നീണ്ടുനിന്നാലും വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ ശത്രുവിനെ തകർക്കാൻ ആവശ്യമായ വെടിക്കോപ്പുകൾ നമ്മുടെ ഫാക്ടറികളിൽ നിന്ന് നിരന്തരമായി പ്രവഹിക്കും. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് നൽകുന്ന ഉറപ്പ് സമാനതകളില്ലാത്തതാണ്. മുൻപ് സർക്കാർ കമ്പനികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പ്രതിരോധ നിർമ്മാണം മോദി സർക്കാർ സ്വകാര്യ മേഖലയ്ക്കും കൂടി തുറന്നുകൊടുത്തു. ടാറ്റ, അദാനി, സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇന്ന് സൈന്യത്തിന് കരുത്തേകുന്നുണ്ട്. ഇതിലൂടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും വേഗതയും പ്രതിരോധ മേഖലയ്ക്ക് കൈവന്നു. 6000 കോടി രൂപയുടെ അടിയന്തര സംഭരണ പദ്ധതികൾ വഴി സൈന്യത്തെ ഏത് നിമിഷവും സജ്ജമാക്കി നിർത്താൻ സർക്കാരിന് സാധിച്ചു. വെറും വെടിക്കോപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ നേട്ടം. സ്വാം ഡ്രോണുകൾ, കാമിക്കാസെ ഡ്രോണുകൾ എന്നിവ സൈന്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ലോകത്ത് ആദ്യമായി ആർട്ടിലറി ഷെല്ലുകളിൽ റാംജെറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പോകുന്ന സൈന്യമായി ഇന്ത്യൻ സൈന്യം മാറുകയാണ്. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ വെറുമൊരു മുദ്രാവാക്യമല്ല, അത് അതിർത്തിയിലെ ഓരോ സൈനികൻ്റെയും കൈകളിലെ ആയുധമായി മാറിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. 100% വെടിക്കോപ്പുകളും തദ്ദേശീയമായി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം നീങ്ങുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് വെറുമൊരു ഉപഭോക്താവല്ല, മറിച്ച് ലോകത്തിൻ്റെ തന്നെ ഡിഫൻസ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. ശത്രുക്കൾ ഭയപ്പെടട്ടെ, ലോകം അത്ഭുതപ്പെടട്ടെ. ഇത് പുതിയ ഭാരതമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.